2025 ലോഗോസ് ക്യൂസിനായുള്ള പാഠഭാഗങ്ങളിൽ പൗലോസ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം 5 നിന്നുള്ള ചോദ്യോത്തരങ്ങളടങ്ങിയ വീഡിയോയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. ഒന്നാമത്തെ ചോദ്യം: നിങ്ങൾ ദൈവത്തെ എപ്രകാരം അനുകരിക്കുന്നവരാകുവിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: വത്സല മക്കളെ പോലെ. രണ്ടാമത്തെ ചോദ്യം: ആരു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിനെന്നാണ് പൗലോസ് ശ്ലീഹ എഫേസോസുകാരോട് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ക്രിസ്തു. മൂന്നാമത്തെ ചോദ്യം: നമുക്ക് വേണ്ടി ക്രിസ്തു സുരഭില കാഴ്ചയും ബലിയുമായി ദൈവത്തിനു സമർപ്പിച്ചതെന്ത്? ഉത്തരം: തന്നെ. നാലാമത്തെ ചോദ്യം: നിങ്ങളുടെ ഇടയിൽ എന്തിൻ്റെയെല്ലാം പേരുപോലും കേൾക്കരുത് എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: വ്യഭിചാരത്തിൻ്റെയും യാതൊരുവിധ അശുദ്ധിയുടെയും അത്യാഗ്രഹത്തിൻ്റെയും. അഞ്ചാമത്തെ ചോദ്യം: ആർക്ക് യോഗ്യമായ രീതിയിൽ വർത്തിക്കുവിനെന്നാണ് എഫേസോസുകാരോട് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: വിശുദ്ധർക്ക്. ആറാമത്തെ ചോദ്യം: നമുക്ക് യോജിച്ചതല്ല എന്ന് എഫേസോസുകാരോട് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാമാണ്? ഉത്തരം: മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും. ഏഴാമത്തെ ചോദ്യം: മ്ലേച്ഛതയും വ്യർത്ഥഭാഷണവും ചാബല്യവും നമുക്ക് യോജിച്ചതല്ല, പകരം ഡാഷ് ആണ് ഉചിതം എന്ന് പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ്? ഉത്തരം: കൃതജ്ഞതാ സ്തോത്രം. എട്ടാമത്തെ ചോദ്യം: ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ലാത്തത് ആർക്കെല്ലാമാണെന്നാണ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: വ്യഭിചാരിക്കും, അശുദ്ധനും, അത്യാഗ്രഹിക്കും, വിഗ്രഹാരാധകനും. ഒൻപതാമത്തെ ചോദ്യം: വ്യഭിചാരിക്കും, അശുദ്ധനും, അത്യാഗ്രഹിക്കും, വിഗ്രഹാരാധകനും എവിടെ അവകാശമില്ലെന്നാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും രാജ്യത്തിൽ. പത്താമത്തെ ചോദ്യം: ആരെപ്പോലെ വർത്തിക്കുവിനെന്നാണ് പൗലോസ് ശ്ലീഹ എഫേസോസുകാരോട് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: പ്രകാശത്തിൻ്റെ മക്കളെ പോലെ. 11ാമത്തെ ചോദ്യം: എന്തിലെല്ലാമാണ് പ്രകാശത്തിൻ്റെ ഫലം പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: സകല നന്മയിലും നീതിയിലും സത്യത്തിലും. 12ാമത്തെ ചോദ്യം: സകല നന്മയിലും നീതിയിലും സത്യത്തിലും പ്രത്യക്ഷപ്പെടുന്നത് എന്ത്? ഉത്തരം: പ്രകാശത്തിൻ്റെ ഫലം. 13ാമത്തെ ചോദ്യം: എന്തു വിവേചിച്ചറിയുവിനെന്നാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന്. 14ാമത്തെ ചോദ്യം: എപ്രകാരമുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളിൽ. 15ാമത്തെ ചോദ്യം: എന്തിനെ കുറ്റപ്പെടുത്തുവിനെന്നാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളെ. 16ാമത്തെ ചോദ്യം: പ്രകാശിതമായവയെല്ലാം ഡാഷ്, ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം ഡാഷ്. ഉത്തരം: പ്രകാശിതമായവയെല്ലാം പ്രശോഭിക്കും, ഇങ്ങനെ പ്രശോഭിക്കുന്നതെല്ലാം പ്രകാശമാണ്. 17ാമത്തെ ചോദ്യം: നിങ്ങൾ ഡാഷ് പോലെയാകാതെ ഡാഷ് പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഉത്തരം: നിങ്ങൾ അവിവേകികളെ പോലെയാകാതെ വിവേകികളെ പോലെ ജീവിക്കാൻ ശ്രദ്ധിക്കുവിൻ. 18ാമത്തെ ചോദ്യം: ഭോഷന്മാരാകാതെ ആരുടെ അഭീഷ്ടം മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: കർത്താവിൻ്റെ. 19ാമത്തെ ചോദ്യം: എന്തിലാണ് ദുരാസക്തിയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: വീഞ്ഞിൽ. 20ാമത്തെ ചോദ്യം: നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, മറിച്ച് ഡാഷിൽ പൂരിതരാകുവിൻ. ഉത്തരം: ആത്മാവിനാൽ. 21ാമത്തെ ചോദ്യം: എന്തിലെല്ലാം പരസ്പരം സംഭാഷണം ചെയ്യുവിനെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും. 22ാമത്തെ ചോദ്യം: എപ്രകാരമാണ് കർത്താവിനെ പ്രകീർത്തിക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: ഗാനാലാപങ്ങളാൽ പൂർണ്ണഹൃദയത്തോടെ. 23ാമത്തെ ചോദ്യം: എപ്പോഴും എല്ലാറ്റിനും വേണ്ടി ആരുടെ നാമത്തിലാണ് പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. 24ാമത്തെ ചോദ്യം: എന്തിനെ പ്രതിയാണ് നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിനെന്ന്
എഫേസോസുകാരോട് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി. 25-ാമത്തെ ചോദ്യം, ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം പരസ്പരം വിധേയരായിരിക്കുവിൻ. 26-ാമത്തെ ചോദ്യം, നിങ്ങൾ ഡാഷിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ എന്നാണ് ഭാര്യമാരോട് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം കർത്താവിന്. 27-ാമത്തെ ചോദ്യം, ആരാണ് തൻ്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത്? ഉത്തരം ക്രിസ്തു. 28-ാമത്തെ ചോദ്യം, ഡാഷ് ക്രിസ്തുവിന് വിധേയ ആയിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഉത്തരം സഭ. 29-ാമത്തെ ചോദ്യം, സഭ ഡാഷിന് വിധേയ ആയിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഉത്തരം ക്രിസ്തുവിന്. 30-ാമത്തെ ചോദ്യം, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും സഭയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരോട് എപ്രകാരമായിരിക്കണമെന്നാണ് ഭർത്താക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ഭാര്യമാരെ സ്നേഹിക്കണം. 31-ാമത്തെ ചോദ്യം, സഭയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ക്രിസ്തു ചെയ്തതെന്ത്? ഉത്തരം തന്നെ സമർപ്പിച്ചു. 32-ാമത്തെ ചോദ്യം, ക്രിസ്തു സഭയെ വിശുദ്ധീകരിക്കുന്നതിന് എന്തുകൊണ്ട് കഴുകിയാണ് വചനത്താൽ വെണ്മയുള്ളതാക്കിയത്? ഉത്തരം ജലം കൊണ്ട് കഴുകി. 33-ാമത്തെ ചോദ്യം, ഭർത്താക്കന്മാരോട് ഭാര്യമാരെ എപ്രകാരം സ്നേഹിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം സ്വന്തം ശരീരത്തെ എന്ന പോലെ. 34-ാമത്തെ ചോദ്യം, ഭർത്താവ് ഭാര്യയെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് എന്തുപോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ക്രിസ്തു സഭയെ എന്നതുപോലെ. 35-ാമത്തെ ചോദ്യം, ക്രിസ്തുവിന് സഭയോടുള്ള ബന്ധത്തെ പൗലോസ്ലീഹ എന്തിനോട് താരതമ്യപ്പെടുത്തിയാണ് ലേഖനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്? ഉത്തരം ഭർത്താവിന് ഭാര്യയോടുള്ള ബന്ധത്തെ. 36-ാമത്തെ ചോദ്യം, പൗലോസ്ലീഹ എഫേസോസുകാരോട് പറഞ്ഞു, ഒരിക്കൽ നിങ്ങൾ അന്ധകാരമായിരുന്നു, ഇന്ന് നിങ്ങൾ കർത്താവിൽ ഡാഷ്. ഉത്തരം പ്രകാശമായിരിക്കുന്നു.